ഈ കാണുന്ന വീഡിയോ വളരെ സിമ്പിളായിട്ട് ഇത് ഇങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കാണുന്ന ഗ്രീനും ഈ ഒരു സ്കൈയും ഒക്കെ ഒന്ന് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. എങ്ങനെ സിമ്പിളായിട്ട് പ്രീമിയർ പ്രോയിൽ അത് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ പ്രോജക്റ്റിൽ ഈ ഒരു വീഡിയോ ടൈം ലൈനിലോട്ട് പതുക്കെ വലിച്ചിടുവാണ്. ഓക്കെ. ഇനി ഈ തംബ്നെയിൽ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിൽ വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ ഒരു ട്രാക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്ന് മൗസ് പോയിൻ്റ് വെച്ചിട്ട് ആൾട്ട് ഞെക്കി പിടിച്ച് ഒന്ന് മൗസ് സ്ക്രോൾ ചെയ്താൽ മതി. അതിങ്ങനെ വലുതാക്കാനും തിരിച്ച് സ്ക്രോൾ ചെയ്താൽ ചെറുതാക്കാനും പറ്റും. ഓക്കെ. ഇനി ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് വെച്ച ശേഷം നിങ്ങളിവിടെ ലുമിട്രി കളറ് സെലക്ട് ചെയ്യാം. ഈ ഒരു പാനൽ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ലുമിട്രി കളർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പാനൽ വരും. ആ ഒരു പാനൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ HSL സെക്കൻഡറി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിന് മുമ്പായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ബേസിക്കിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറോ ലൈറ്റൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു പച്ചയും ഈ ഒരു സ്കൈയും മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊന്നും നോക്കാത്തത്. ഇത് നമുക്ക് പിന്നീട് ഇത് ചേഞ്ച് ചെയ്തതിന് ശേഷം വീഡിയോയുടെ മൊത്തത്തിലുള്ളൊരു ലുക്ക് മാറ്റാനായിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. അതിനായിട്ട് തൊട്ട് താഴെ വരുമ്പോൾ SHL സെക്കൻഡറി എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീ ഉണ്ട്. ആ കീയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 പിക്കർ ടൂളുകൾ കാണാം. ഈ ഒരു ആദ്യത്തെ പിക്കർ ടൂൾ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഗ്രീനാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഗ്രീൻ എവിടെയാണോ കൂടുതലുള്ളത് ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത അതേ സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് ഭാഗങ്ങളിവിടെ സെലക്ട് ആയിട്ടുണ്ട് കണ്ടല്ലോ. അത് നമ്മുടെ ഈ ഗ്രീനിൽ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തപ്പോൾ ഗ്രീൻ എവിടെയൊക്കെ ഈ വീഡിയോയിലുണ്ടോ അതെല്ലാം ഒന്ന് സെലക്ട് ആയിട്ടുണ്ട്. അത് എത്രമാത്രം സെലക്ട് ആയി എന്നറിയണമെങ്കിൽ നമ്മളിവിടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ കളർ ഗ്രേ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ നേരെ ഇവിടെ ഇതൊന്ന് ടിക്ക് മാർക്ക് ഇടുക. എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും എത്രമാത്രം ഗ്രീനാണ് സെലക്ട് ആയെന്ന്. ഒരുപാട് ഗ്രീനൊന്നും സെലക്ട് ആയിട്ടില്ല. അതൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് വീണ്ടും തൊട്ടിപ്പുറത്തായിട്ട് ഡ്രോപ്പറിൻ്റെ തന്നെ പിക്കറിൻ്റെ തന്നെ പ്ലസ് ഉണ്ട്. ഈ പിക്കർ പ്ലസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ടൂൾ എടുത്തിട്ട് ഈ വീഡിയോയിൽ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് മാത്രം ചെയ്യരുത്. നമുക്ക് ഒരുപാട് ഭാഗം സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ആ ക്ലിക്ക് ചെയ്ത ബട്ടൺ റിലീസ് ചെയ്യാതെ നിങ്ങൾ പതുക്കെ ഒന്ന് എവിടേക്കാണോ ഗ്രീൻ ഉള്ളത് അവിടേക്കൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുക. ഞാൻ ഒരുവിധം എല്ലായിടത്തും മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കിത് മൂവ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് എനേബിൾ ചെയ്ത് തന്നെ ഇട്ടേക്കുക. ഡിസേബിൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ എനേബിൾ ചെയ്തിട്ടിട്ട് വരയ്ക്കാൻ നോക്കുക. ഇപ്പം ഞാൻ ഒരുവിധം അല്ലാതെ വരച്ചതാണ്. പക്ഷേ ഒരുവിധം എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമ്മൾ ഇത് ഡിസേബിൾ ചെയ്ത് വെച്ചിട്ട് നമ്മളിനി ഇതിൽ ഗ്രേഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു കളർ നമ്മൾ മാറ്റാൻ പോവാണ്. ഇതിലുള്ള പച്ചപ്പ് ഫുള്ള് മാറ്റി വേറൊരു പച്ചയുടെ ടോൺ പിടിക്കാൻ പോവാണ്. അതിനായിട്ട് കുറച്ചുകൂടി താഴോട്ട് വരുമ്പോൾ ഇവിടെ കറക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് വയ്ക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഒരു കുത്ത് കണ്ടോ, ഒരു കുത്ത് കൊടുത്തിട്ട് ഇവിടെ ഒരു വലിയൊരു വീല് കൊടുത്തിട്ടുണ്ട്, കളർ വീല്. ഇതെന്ന് പറയുന്നത് ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ് ഇങ്ങനെ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വീല്. ഇതിൽ എന്ത് മാറ്റം വരുത്തിയാലും ഷാഡോയിലും ഹൈലൈറ്റിലും മിഡ് ടോണിലും ഒരുമിച്ച് ചേഞ്ച് വരും. നമുക്കതല്ല വേണ്ടത്. തൊട്ടപ്പുറത്തൊരു 3 ഡോട്ട് കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ് ഇതെല്ലാം സെപ്പറേറ്റ് ഇവിടെ കാണാൻ പറ്റും. അതിന് നമ്മൾ ഈ മിഡ് ടോൺ ഒന്ന് ശകലം ഈ താഴോട്ട് വലിക്കാൻ പോവാണ്. അതിനായിട്ട് ഇവിടെ പ്ലസിൻ്റെ ഒരു ഐക്കൺ കാണാം, നടുക്ക് കൊണ്ട് വയ്ക്കുമ്പോൾ അതിങ്ങനെ പതുക്കെ താഴോട്ട് വലിക്കുക. അപ്പോൾ ഇവിടെ കളറ് ചേഞ്ചായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കളർ ചേഞ്ച് ചെയ്യേണ്ടത് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ മാറ്റാൻ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂവിൻ്റെ ഭാഗത്തോട്ട് പതുക്കെ വലിക്കുകയാണ്. വലിക്കുമ്പോൾ ഇവിടെ വേറൊരു ഗ്രീൻ വന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ ഷാഡോയിലും ഞാൻ അതേപോലെ ഒന്ന് വലിക്കുകയാണ്. മതി. ഇനി നമ്മൾ ഈ ഹൈലൈറ്റും കൂടി അതുപോലെ ഒന്ന് വലിച്ചു വയ്ക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാം ഒരുവിധം ഗ്രീൻ ഇവിടെ മാറിയിട്ടുണ്ട്. അത് പെട്ടെന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയാലും മതി. കണ്ടോ. ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എല്ലാ സൈഡിലും എല്ലാ വീലിൻ്റെയും തൊട്ടടുത്തായിട്ട് ഒരു ബാറുകൾ കൊടുത്തിട്ട് നിങ്ങൾ കാണാം. ആ ബാർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത ഈ ഒരു ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ് ഇതിൻ്റെയൊക്കെ ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും. ഇതൊന്ന് പിടിച്ചിങ്ങനെ താഴോട്ടാക്കി അതിൻ്റെ ലൈറ്റ് കുറയുന്ന കാണാം. ഇതും പിടിച്ചും താഴോട്ടാക്കി നോക്കിയേ. കണ്ടോ, ലൈറ്റ് കൂടുന്നതും കുറയുന്നതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഹൈലൈറ്റ്. ഓക്കെ. ഇപ്പം നമ്മൾ ഒരുവിധം ഇവിടെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്. ഇതിന് തൊട്ട് മുകളിലായിട്ട് റിഫൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഡീനോയ്സ് എന്നും ഉണ്ട്, ബ്ലർ എന്നും ഉണ്ട്.
ഇതിൽ നമ്മൾ ഈ ബ്ലർ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ബ്ലറിലൊന്ന് പിടിച്ച് നീക്കി നോക്കുക. നീക്കി നോക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച പച്ചയുടെ സെലക്ട് ചെയ്യാത്ത പുറം ഭാഗത്ത് സെലക്ട് ആവാത്ത ഭാഗം ബ്ലറായി പോകുന്നതായിട്ട് കാണാം. ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാനിവിടെ സൂം ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്ത് വെക്കുകയാണ്. ഒരു 200 സൂം ചെയ്യാം. എന്നിട്ട് കുറച്ച് മുകളിലോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ പച്ച സെലക്ട് ആയതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു കളർ കിടക്കുന്നത് കണ്ടോ? ഇത് ഡാർക്ക് ആയിട്ടുള്ള, അതും ഇതുമായിട്ട് ഭയങ്കര സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നില്ലേ? നോക്കിയോ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സൂം ചെയ്ത് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒരു സെപ്പറേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ? ഈ ഒരു സെപ്പറേഷൻ കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ബ്ലറിൽ പിടിച്ച് പതുക്കെ ഒന്ന് നീക്കി നോക്കിയേ. കണ്ടോ, സെപ്പറേഷൻ കുറഞ്ഞ കണ്ടോ? ഇത് ഇരുന്നത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് ഇരുന്നത്. നിങ്ങൾ ബ്ലർ ചെയ്യുന്തോറും ആ സെപ്പറേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. കണ്ടോ, ആ സെപ്പറേഷൻ ഇല്ലാതായി. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റിഫൈനിൽ ഈ ബ്ലർ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ബാക്കിയുള്ള കളറുമായിട്ട് അങ്ങ് മെർജായി കിടന്നോളും. നമ്മൾ ഫെദറൊക്കെ ചെയ്യില്ലേ, ആ ഒരു എഫക്റ്റ് തന്നെയാണ് അതിൽ വർക്ക് ആവുന്നത്. പിന്നെ ഇവിടെ ഡീ നോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോയ്സ് വല്ലതും കളറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറയ്ക്കാനും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഞാൻ ചെയ്തത്. ബ്ലർ വേണമെങ്കിൽ ഷാലോടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം നിങ്ങളത് ബ്ലർ കൂട്ടുമോ അതിനനുസരിച്ച് ഇതൊന്ന് ഫെദറായി മറ്റേ കളറുമായിട്ടൊന്ന് മെർജായി കിടക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മാറ്റേണ്ടത് എന്താണ്? ഈ ഒരു കളർ ഞാനിവിടെ തൽക്കാലം ഇത് പിടിച്ചു വയ്ക്കുന്നു. ജസ്റ്റ് ഞാൻ ചെയ്ത ഗ്രേഡിൻ്റെ ഭംഗി നോക്കണ്ട, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് മാത്രം നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ടൈം എടുത്ത് നല്ല രീതിയിൽ കളർ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഈ സ്കൈ മാറ്റാനായിട്ട് വീണ്ടും ഇതിൽ വന്ന് പ്രസ് ചെയ്യരുത്. ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെലക്ഷൻ മാറിയിട്ട് സ്കൈയുടെ സെലക്ഷനായി പോകും. അതുകൊണ്ട് ഇതിലൊന്നും ഇനി ചെയ്യരുത്. നമ്മളിവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ലുമിട്രി കളർ ഒന്ന് വീണ്ടും കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ലുമിട്രി കളർ എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് പുതിയൊരു ലുമിട്രി കളർ വന്നിട്ടുണ്ട്. മറ്റേത് അവിടെ തന്നെ ഉണ്ടോ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ കാണാം. നമ്മൾ മുമ്പ് ചെയ്തത് ഇവിടെ കിടപ്പുണ്ട്, ഇതിപ്പോൾ പുതിയതാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഈ പിക്കർ ടൂൾ എടുക്കുന്നു, സ്കൈയിൽ ഏതെങ്കിലും ഒരു കളറിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് നോക്കാം എത്രമാത്രം സെലക്ട് ആയെന്ന് നോക്കാം. ഒരുവിധമൊക്കെ ഒന്ന് സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ആയില്ലെങ്കിൽ പ്ലസ് പിക്കർ ടൂൾ എടുത്തിട്ട് നമ്മൾ ബാക്കിയും കൂടി ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഒരുവിധം ഒന്ന് സെലക്ട് ആയിട്ടുണ്ട് സ്കൈ. എന്നിട്ട് ഇതൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് നമുക്ക് ഈ കളർ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഹൈലൈറ്റ് മിഡ് ടോണിൽ നമുക്കൊന്ന് മാറ്റാം. ഇവിടെ ഹൈലൈറ്റും നമുക്കൊന്ന് കളർ മാറ്റാം. മിഡ് ടോണും നമുക്കൊന്ന് കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഷാഡോയും നമുക്ക് കുറച്ചൊന്ന് കളർ വ്യത്യാസം പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കളർ മാറ്റാം കേട്ടോ. ഞാനിങ്ങനെ പിടിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ പിടിക്കാം. ഇത് ഇങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുപോയാൽ വേറെ കളറുകൾ വരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പിടിക്കാം. കളർ മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടെ ഉണ്ട് കേട്ടോ, ടെമ്പറേച്ചറും ടിൻ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഇവിടെയും ചെയ്യാം. ഇതെല്ലാം അതിൽ മാറ്റം വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ടെമ്പറേച്ചറിൽ പിടിച്ചപ്പോൾ അതൊക്കെ ഞാൻ മാറ്റുവാണ്. കണ്ടോ, ടെമ്പറേച്ചർ മാറ്റുമ്പോൾ അത് മാറുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് എന്ത് മാറ്റം വരുത്താം കേട്ടോ. കുറച്ച് ടിൻ്റ് ആഡ് ചെയ്ത് നോക്കാം. കുറച്ച് ടിൻ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കളർ ഒരു ചെറിയ വ്യത്യാസം കാണാം. ഞാൻ കാണിച്ചു തരാം. ഒന്ന് സൂം എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് സൂം ചെയ്തിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, കളറുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനായിട്ട് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് ചെയ്യണം? ഇവിടെ ബ്ലർ ചെയ്യാം. നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. റിഫൈൻ ചെയ്ത് പതുക്കെ ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് മെർജ് ആയിക്കോളും. കണ്ടല്ലോ, ഇത്ര പരിപാടിയുള്ളൂ. അത് പോയി. ബ്ലർ ഓഫ് ചെയ്ത് നോക്കിയേ. കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ്. നമ്മൾ ബ്ലർ ഇട്ടപ്പോൾ അത് പോയി. ഇത്രേ ഉള്ളൂ. കണ്ടോ, സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾ ബ്ലർ എത്രമാത്രം കൊടുക്കുക അതിനനുസരിച്ച് അത് മെർജായി കിടന്നോളും. എന്നിട്ട് നോയ്സ് വരുന്നുണ്ടെങ്കിൽ ഡീനോയ്സ് ചെയ്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കളറൊന്ന് ശകലം ഒന്ന് ഡിം ചെയ്യുകയാണ്. എല്ലാ കളറും കുറച്ച് ഡിം ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരുവിധം ഒന്ന് കളർ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മാരകമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഓവറോൾ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നിങ്ങൾ വീണ്ടും ഇതിലൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇത് നമ്മൾ ഈ ഒരു സെലക്ഷൻ ചെയ്ത ഭാഗത്താണ് കളർ ഗ്രേഡ് എല്ലാം ചെയ്തത്. ഇനി വേറൊരു ലുമിട്രി കളർ ഇതുപോലെ എടുക്കുക. നമ്മൾ മുകളിൽ നിന്ന് ഇത് കണക്ക് ആഡ് ലുമിട്രി കളർ എഫക്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ലുമിട്രി കളർ വരും. അതിലൂടെ ബേസിക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ്പോഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈലൈറ്റ് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്യാം. എക്സ്പോഷർ ഒരുപാട് കുറയ്ക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വരുത്താം. ഓക്കെ, ഞാൻ ചെറിയൊരു വ്യത്യാസം ഇവിടെ വരുത്തിയിട്ടുണ്ട്.
ഇങ്ങനെയാണ് ഇതിൽ സിമ്പിളായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമുക്കതിൽ മാറ്റാം. ഇനി നിങ്ങൾക്ക് ഇതിൽ വിഗ്നെറ്റ് ചെയ്യണമെങ്കിൽ ഇതേ ഈ ഒരു ഭാഗത്ത് വന്നാൽ മതി. ഇവിടെ വിഗ്നെറ്റ് എന്ന് കാണാൻ പറ്റും. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ശകലം ഒന്ന് വിഗ്നെറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. ഫെദർ എപ്പോഴും കൂട്ടി വെച്ചിട്ട് വേണം ഈ ഒരു വിഗ്നെറ്റ് ഇടണമെങ്കിൽ ഇടാൻ. ഓക്കെ, ഞാൻ കുറച്ച് വിഗ്നെറ്റ് ഒന്ന് കൊടുത്തിട്ടുള്ളൂ, ശകലേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ബിഫോർ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ എഫക്റ്റ് കൺട്രോൾ കാണും. ഇതും കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയി നോക്കിയാൽ മതി, അവിടെ കാണും. എനേബിൾ ചെയ്താൽ മതി. ഈ എഫക്റ്റ് കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ചെയ്ത എല്ലാ കളറുകളും ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇത് ഒന്നാമത്തെ കളർ, ഇത് രണ്ടാമത്തെ കളർ, ഇത് മൂന്നാമത്തെ കളർ. കണ്ടോ, 3 കളറുകളും ജോമെട്രി കളറുകളും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ഈ സ്കെയില്, പൊസിഷൻ, റൊട്ടേഷൻ ചെയ്യാനും കീ ഫ്രെയിമുകൾ ചെയ്യാനൊക്കെ ഇവിടെയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇനി വരുന്ന മുറയ്ക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പം ഇവിടെ ഒന്ന് ഈ ഒരു എഫക്ട്സ് എന്ന് എഴുതി കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ കളറും എല്ലാം ഓഫ് ആവും. കണ്ടോ, ഓക്കെ, ഫുൾ ഓഫ് ചെയ്തു. ഇങ്ങനെ ഇരുന്നതാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ഗ്രീൻ ചേഞ്ച് ചെയ്തു, പിന്നീട് സ്കൈ നമ്മൾ റീടച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തു, കളർ ഗ്രേഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിഗ്നെറ്റും കൊടുത്തു, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കുറച്ച് എക്സ്പോഷറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് ചെയ്തത്. സിമ്പിൾ പരിപാടിയായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ. എന്തെങ്കിലും കണ്ടൻറ്റ് ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.